ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ജന്ന ഷെസ്മിൻ എന്ന കണ്ടന്റ് ക്രിയേറ്റർ മെയിൻലി ലൈഫ് സ്റ്റൈൽ എന്ന ട്രാവൽ വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. താജ്മഹൽ, ഈജിപ്തിലെ പിരമിഡുകൾ തുടങ്ങിയ ലോകാത്ഭുതങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം മുമ്പ് സന്ദർശിച്ചിട്ടുള്ള ജന്ന ഇപ്പൊ മറ്റൊരു ലോകാത്ഭുതങ്ങളിൽപ്പെട്ട് ജോർദാനിലെ പെട്രയിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ തനിക്ക് സഹിക്കേണ്ടി വന്ന മോശം അനുഭവം ജന്ന പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. ഈ യാത്ര എന്ന് പറയുന്നത് ഫോട്ടോകളും സന്തോഷ നിമിഷങ്ങളും മാത്രമല്ലല്ലോ, പലപ്പോഴും ധൈര്യവും സഹനവും ആവശ്യപ്പെടുന്ന ഒരു പോരാട്ടം കൂടിയാണല്ലോ. ഈ പെട്ര കാണാൻ കഴിയുമെന്ന് ജന്ന ഒരിക്കലും കരുതിയിരുന്നില്ല. അതും 2026 തുടക്കത്തിൽ തന്നെ അത് സാധിച്ചതിൽ ജന്ന ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി നമ്മൾ വണ്ടി മാർഗം പെട്രയിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ അവിടുന്ന് 4 കിലോമീറ്ററോളം നടന്നു പോകേണ്ടതുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അവിടെ ഇലക്ട്രിക് കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്ഥലങ്ങൾ നേരിട്ട് കാണണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെ അതൊന്നും വേണ്ടാന്ന് വെച്ച് അവിടുന്ന് നടന്നു പോകാൻ വേണ്ടി ജന്ന തീരുമാനിച്ചു. നടക്കുന്നതിനിടയിൽ ജന്ന കാണുന്ന കാഴ്ചകൾ കല്ലിൽ കൊത്തിയ ഗുഹകൾ, പാറക്കിടയിലെ ഇടുങ്ങിയ വഴികൾ, അതുപോലെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശവകുടീരങ്ങൾ എന്നിങ്ങനെ എല്ലാം തന്നെ ഇവരുടെ വ്ലോഗിൽ കാണാമായിരുന്നു. ഇത് കാണുന്ന ആരായാലും എന്തെങ്കിലും ജോർദാനിൽ ചെന്ന് അവിടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു പോകും. ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഇവിടെ കാണിക്കാം. ഓക്കെ, മാഷാല്ലാ 5000 വർഷം പഴക്കമുള്ള ചെങ്കല്ലിൽ കൊത്തിയ, പെരുങ്കല്ലല്ല ചെങ്കല്ലില് കൊത്തിയ ഐറ്റമാണ് ഗായ്സ്. നോക്കിക്കേ, ഇതുപോലുള്ള ഒരു പരിക്കൻ പാറയാണ്. ആ പാറയിൽ നിന്നാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾക്ക് വരണമെന്ന്? ഞാനൊക്കെ ഒരു ഫോട്ടോ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ കണ്ടു കഴിഞ്ഞാൽ അത് വെച്ച് പൂജിക്കലോ ഇവിടെ പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒട്ടകമുണ്ട്, ഒട്ടകത്തിൻ്റെ മണ്ടിയിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ബട്ട് എനിക്ക് തുറന്ന് വെച്ചിരിക്കുന്നില്ലേ, ഈ തുറന്ന് വെച്ചിരിക്കുന്നതിൻ്റെ എല്ലാത്തിനകത്തും ശവങ്ങളുണ്ട്. അത് ഇന്നും ഇന്നലത്തെയും 10 വർഷം 100 വർഷത്തെന്നല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. വല്ലാത്തൊരു സംഭവം തന്നെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊരു ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. എങ്ങനെയാണോ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ പാറകളൊക്കെ ചെത്തി ഇതുപോലെ ആക്കാൻ സാധിച്ചത്? ഓക്കെ, എന്തേലും ആവട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തായാലും പെട്രയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജന്നക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. പെട്രയിലെ പ്രധാന ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു. ക്ഷീണവും സമയക്കുറവും കാരണം തിരിച്ചു പോകാനുള്ള വഴി അന്വേഷിക്കുമ്പോഴാണ് ജന്ന അവിടെയുള്ള ഒരു പ്രാദേശിക യുവാവിന്റെ സഹായം സ്വീകരിക്കുന്നത്. ഷോർട്ട് കട്ട് വഴി വേഗം എത്താമെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ജന്നയെ കൈത പുറത്ത് കയറ്റുകയായിരുന്നു ആ യുവാവ്. ക്ഷീണം കൊണ്ട് വേഗം തിരിച്ചെത്താനുള്ള ഓപ്ഷൻ എന്നുള്ള രീതി ജന്ന ലാസ്റ്റ് കൈതെങ്കിലും കൈത എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയായിരുന്നു. എന്തായാലും നമുക്ക് ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. No, we are going with that mule. With the mule. The mule. I don't have cash. I already told you. Yes, you pay later in the visa. We arrive there in ATM. No, I don't have cash. എല്ലാ പൊള്ളത്തരവും ഞാൻ പറയും പിടിച്ചിരിക്കാൻ. എൻ്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കണമെന്ന് പറയുമ്പോൾ ഇത് ആ കാണുന്ന താഴെന്നില്ലേ, അവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവൻ എന്നോട് ഷോർട്ട് കട്ട് എന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചിട്ട് വന്നു. ഇപ്പം എന്നോട് പറയുക ഇനി ഞാൻ നടന്നു കഴിഞ്ഞാൽ ചത്തുവും, അതുകൊണ്ട് മ്യൂളിൽ പോകാൻ പറഞ്ഞു. മ്യൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് അല്ല, കഴുതയാണ്. ദാ ഈ ബാക്കി കാണുന്ന സാധനമാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. കുതിരയാണെങ്കിലും പിന്നെ പേടില്ല, കാരണം ഞാൻ മുന്നേ കാശ്മീരൊക്കെ പോയപ്പോഴത്തേക്ക് പോയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് കുതിരേനെ കണക്കേണ്ടുണ്ട്. ഇവ എന്നോട് പറഞ്ഞ 10 ദിനാറ് കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ അവരവിടെ കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ പൈസ നോക്കിയിട്ട് കാര്യമില്ല. 10 ദിനാറ് കൊടുത്തിട്ട് പോകും. തന്നെയാണ് ഏകദേശം 50 ദിറംസ് വരും. 50 ദിറംസ് ആണ് ഇവിടെ നിന്ന് അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഇതിന് മുന്നേ നമ്മളെ കണ്ട ഇലക്ട്രിക് കാറിലാണെന്നുണ്ടെങ്കിൽ 15 ദിനാറാണ്. അത് പോയെങ്കിൽ മതിയായിരുന്നു, ഇപ്പോൾ വന്നാൽ മതിയായിരുന്നു. ബിക്കോസ് എനിക്ക് 6 മണിക്ക് ഇവിടെ നിന്ന് തിരിക്കണം. 1 മണിക്കൂർ എടുക്കാൻ സ്ഥലത്ത് വേണ്ടി. അത് ഞാൻ വേറൊരു ബ്ലോഗിൽ വരാം. ഒരുപാട് ഇവിടെ കാണിക്കാനുണ്ട്, ഇഷ്ടമല്ല എനിക്കിവിടെ കാണിക്കാനുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ, ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ. ഞാൻ അവന്റെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. അവന് എങ്ങോണ്ട് ഓടിപ്പോയി. ഇവിടെ എന്നെ രാത്രി മുഴുക്കം നിർത്തുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ലൊരു പയ്യനായിരുന്നു. അവൻ എൻ്റെ അടുത്ത് കുറെ ഇങ്ങനെ പറഞ്ഞു. അവൻ്റെ അടുത്ത് പൈസ ഇല്ലടാ എൻ്റെ 1 രൂപ എടുക്കാനില്ലടാ, എന്തെങ്കിലും എടുക്കൂല. അപ്പോൾ അവന് കാർഡ് നിർത്താൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാർഡ് നടക്കാനായിട്ട് കാർഡിലെ പൈസ ആദ്യപ്പോഴേ കഴിഞ്ഞു. സംഭവം 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തിയതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്പെൻഡ് ആയിട്ട് കണക്കുകളൊക്കെ വഴിയെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഞാൻ നോക്കട്ടെ, ഇവന്റെ സവാരിക്കാരനെ ഒന്ന് വിളിക്കട്ടെ. ഒറ്റയ്ക്ക് എന്നാലും പോകാൻ പറ്റില്ല, കാരണം എനിക്ക് വഴിയറിയില്ല, അതിനും വഴിയറിയുണ്ടാവില്ല. അപ്പൊ എന്റെ സവാരിക്കാരന് ഒന്ന് വരട്ടെ, എന്നിട്ട് നോക്കട്ടെ എന്താവും അവസ്ഥ എന്നൊക്കെ ഉള്ളത്. Yeah, 10. Not 10, then how can I? ഓക്കെ, ഇനിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇനി അങ്ങോട്ടുള്ള യാത്രയിലാണ് ജന്ന സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെടുന്നത്. ഒന്നാമത് സ്ഥലവും വഴിയും ഒന്നും പരിചയമില്ല അവൾക്ക്. ഭാഷാ ബുദ്ധിമുട്ട് കാരണം മ്യൂളിൽ കയറ്റാമെന്ന് പറഞ്ഞ യുവാവ് പറഞ്ഞ കാര്യങ്ങളൊന്നും വ്യക്തമാക്കി മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഈ പറഞ്ഞ ജന്ന. യാത്ര കഴിയുന്നത് വരെ പേടിച്ചാണ് അവളെല്ലാം സഹിച്ചത്. ചുറ്റും ഒറ്റപ്പെട്ട സ്ഥലമാണ്, വഴി ശരിയാണോ എന്ന് പോലും അവൾക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാൽ ഒരു ധൈര്യത്തിന് അവൾ ഫോണിൽ വീഡിയോ ഓഫ് ആക്കിയിട്ടേ ഇല്ല. സോ ഇനി എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്റെ അല്ലാ, എനിക്ക് വയ്യ, എന്റെ പറ്റി. കൈ പിടിച്ച് ഞാൻ ഇരിക്കണം, അല്ലെങ്കിൽ എൻ്റെ കട്ടയും കൂടെ മടങ്ങും. നോക്കിക്കേ,
എൻ്റെ കൈയിൻ്റെ അടപ്പിളകി പിടിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പെയിന്. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ പോകുമ്പം നല്ല സുഖമാണ്. കാഴ്ചയൊക്കെ കണ്ടു പോകാൻ ഭയങ്കര രസമല്ലേ കാണാൻ. ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയതായിരിക്കും അല്ലേ. Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. Yeehaw! What's your name? Jana. Dana. Your to name? meet you. Wi-Fi. Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. Yes. നല്ല പേരും വെച്ചിട്ട് Yes, yes, yes. അങ്ങനെ വയറിൽ ചെയ്ത്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം അതിൻ്റെ മോൻ. വേറെ വഴിയില്ല എനിക്ക്. പക്ഷെ ഈ ഒരവസ്ഥ ആർക്കും കൊടുക്കരുത്. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചെട്ട് പൊളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ Looks like behind you. Look there. Look to the sun there. ഓക്കെ, ഇവിടെ ഫസ്റ്റ് മ്യൂളിൽ ജെന്ന മാത്രമായിരുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അയാൾ പുറകെ കയറിയതിന് ശേഷമാണ് ജെന്ന അൺകംഫർട്ടബിൾ ആവുന്നത് അല്ലെ. ജെന്നയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ബാക്കിലുള്ള ആൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ആലോചിക്കുന്നതല്ലേ, ജെന്ന വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും അയാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കയ്യിൽ കഴുതയുടെ റോപ്പ് പിടിച്ചിട്ടുണ്ട്, മറ്റേ കൈ കൊണ്ടാണ് ജെന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും ജെന്ന കാണിച്ച വീഡിയോ നമുക്ക് പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. എന്നിരുന്നാലും അയാൾ ബാറ്റ് ടച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ജെന്ന മുന്നിൽ നിന്ന് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണോ അയാൾ പെട്ടെന്ന് കൈ മാറ്റിയതെന്ന് നമുക്ക് സംശയിക്കാം. പക്ഷെ അയാളുടെ കയ്യിൽ കഴുതയുടെ ചെയിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കില്ല. എന്നാലും ജെന്ന പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അയാൾ വൈഫൈ ടു കണക്ട് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഡബിൾ മീനിങ് തന്നെയാണ്. അതിനർത്ഥം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അപ്പൊ തന്നെ തോന്നാം ജെന്നക്ക് അപ്പൊ തന്നെ പ്രതികരിച്ചൂടായിരുന്നു, ഇറങ്ങി പോന്നൂടായിരുന്നു എന്നൊക്കെ. പക്ഷെ ജെന്ന യാത്ര ചെയ്ത സ്ഥലം നിങ്ങൾ കണ്ടല്ലോ, ചുറ്റിനും ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇറങ്ങി ഓടാനോ അയാൾ തെറി പറയാനൊന്നും പറ്റില്ല. എങ്ങനെ അയാൾക്ക് ദേഷ്യം വന്ന് അവൾ അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്താൽ തന്നെ ആരും ഒന്നും അറിയാനും പോണില്ല. അതുകൊണ്ട് മാത്രമാണ് അവൾ ഇതെല്ലാം സഹിച്ചത്. എന്നിരുന്നാലും ഈ പറയുന്ന ജെന്ന റിട്ടേണിംഗ് പോയിന്റിൽ തിരിച്ചെത്തിയതിനു ശേഷം വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഒന്ന് കണ്ടോക്കാം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ്. ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം. ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത്. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എന്താ സംഭവിച്ചെന്നും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ചില സമയങ്ങളുണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എൻ്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഈ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ വന്നത്. ഐ എം നോട്ട് ഗുഡ്. ഓക്കെ, അപ്പൊ ഈ ജെന്ന ഈ വീഡിയോയിൽ പറയുന്നത് തന്റെ അവസ്ഥ കൊണ്ടാണ് തനിക്ക് പ്രതികരിക്കാൻ സാധിക്കാഞ്ഞത് എന്നൊക്കെയാണ് അല്ലെ. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലും തിരിച്ചെത്തിയ ജെന്നയ്ക്ക് അവിടെ പോലീസിൽ അങ്ങനെ പരാതി കൊടുത്തൂടെ? ഇനിയും പുറം രാജ്യത്ത് പരാതി കൊടുത്ത് അവിടുത്തെ നൂറാമാലകൾ പേടിച്ചിട്ടാണോ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും വീഡിയോയിൽ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും കൂടി തരാമായിരുന്നു. അതുപോലെ എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മൾ സോളോ ട്രാവൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ കെയർഫുൾ ആവണം. ഈ പണം ലാഭിക്കാൻ വേണ്ടി ഈ ഷോർട്ട് കട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് നമ്മുടെ സേഫ്റ്റി നോക്കുന്നതാണ്. കാരണം നമുക്ക് വേണ്ടി പ്രതികരിക്കാൻ അവിടെ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. അതുപോലെ നമുക്ക് അറിയാത്തൊരു
ഏരിയ കൂടിയാണ്. എന്നാലും ഇതിന് ശേഷം ജെന്ന റൂമിലെത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി ഒന്ന് കണ്ടുനോക്കാം. സോ ഗൈസ്, ഞാൻ ഇവിടെ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. തിരിച്ചെത്തിയതല്ല, വേറൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ വാദി മൂസ എന്നുള്ളൊരു സ്ഥലത്താണുള്ളത്. ഞാൻ രാവിലെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൺട്രി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അറിയാത്ത ഭാഷകളായിരുന്നു, എന്നിരുന്നാലും സേഫായിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കൺട്രിയിൽ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മളത് കാണാതെ വിടും. കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് ഞാൻ എൻ്റെ മാനത്തിനേക്കാളും എൻ്റെ ജീവനാണ് വാല്യൂ കൊടുത്തത്. കാരണം ചില സന്ദർഭങ്ങളിൽ നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ്. എനിക്ക് അന്നേരം അങ്ങനെയാ തോന്നിയത്. എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താന്നുള്ളത്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. കുറെ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ലേഡീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആളും പേരും അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളെയും വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫിൽ എന്താ നടക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ മാക്സിമം കരയാതെ, ഇതുവരെയ്ക്കും ഞാൻ എവിടെയും കരഞ്ഞൊരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് കരഞ്ഞിട്ട് ആരടുത്തും ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല. ഞാൻ ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ, എസ്പെഷ്യലി ട്രാവലിങ്ങിനിടയിൽ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചെൻ്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തില്ല. ഞാൻ ഹാപ്പി ആയിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര വലിയ വിഷമത്തോടെയാണ് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. എനിക്ക് ഇത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്ത് വന്നിട്ടുണ്ട്. ഇതും ഞാൻ ഓവർകം ചെയ്യും. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാനുള്ള ലൈഫല്ല. ഞാൻ ഒരുപാട് പോരാടിയാണ് ഇവിടെ വരെ. ഈ ദിവസം വരെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും കഴിഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷെ അത്ര ഈസി അല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പെണ്ണായിട്ട് ജനിച്ചിട്ട് എസ്പെഷ്യലി ഒറ്റയ്ക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ലൈഫ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതൊന്നും ആർക്കും മനസ്സിലാവില്ല. നമ്മൾ എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാവർക്കും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടാവുക. നമ്മളെ സങ്കടമൊന്നും എവിടെയും കാണിക്കാത്തതുകൊണ്ടാണ്. ഞാൻ ഇത് മനഃപൂർവ്വം കാണിക്കണമെന്ന് വിചാരിച്ചതല്ല. ഇതൊക്കെയും നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതും കൂടെ നിങ്ങൾ അറിയണം. വെറുതെ ലൈഫിൽ ഹാപ്പിനെസ് കുറെ എല്ലാം നേടിയത് മാത്രമല്ല, ഒരുപാട് അനുഭവിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അതാണ് സത്യം, റിയാലിറ്റി അതാണ്. നിങ്ങൾ കാണുന്നത് മാത്രമല്ല, ക്യാമറയുടെ പിന്നിൽ ഞങ്ങൾക്കൊരു ലൈഫുണ്ട്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ കാണിക്കാറില്ല. ഇതിനേക്കാളും വലിയ പ്രശ്നം, ഇതിനേക്കാളും വലിയെന്നല്ല, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാണിക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരണമുഖം എനിക്ക് കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. സോ യാ, ദിസ് ഈസ് ദ റിയാലിറ്റി ഗൈസ്. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്കറിയില്ല, എന്റെ മൂഡൊന്നും ശരിയല്ല. എന്തായാലും ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ, അപ്പൊ ഇതിലൊരു കാര്യം ജെന്ന പറയുന്നുണ്ട്, ചില സമയത്ത് മാനത്തേക്കാൾ വലുതാണ് ജീവൻ എന്ന്. ശരിയാണ്, ആ സ്ഥലത്തുനിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാവും ജെന്ന ചിന്തിച്ചത്. അതുപോലെ തന്നെ തന്റെ കൂടെ ആരുമില്ലാത്തതിന്റെ വിഷമവും എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയുമാണ് ജെന്നക്ക് ഇപ്പോൾ. എനിക്ക് ഈ സോളോ ട്രിപ്പ് ചെയ്യുന്നവരോട് വീണ്ടും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പരിചയമില്ലാത്ത ആളുകളെ പൂർണ്ണമായി വിശ്വസിച്ച് സ്വന്തം സുരക്ഷ അവർക്ക് കൈമാറുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. എന്നിരുന്നാലും ജെന്നയുടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ജെന്നയുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ അധികം ആളുകളും ജെന്നയെ കമ്പയർ ചെയ്യുന്നത് ബാക്ക് പാക്കർ അരുണിമയുമായിട്ടാണ്. ബാക്ക് പാക്കർ അരുണിമയെ ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരു സോളോ റൈഡർ ആണ്. ആ രീതിയിൽ യൂട്യൂബിലൊക്കെ വ്ലോഗ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ അരുണിമ ഓരോ രാജ്യത്തും ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവൾക്ക് ആ രാജ്യത്തു നിന്നുണ്ടായ മോശം അനുഭവങ്ങളും അവൾ സെക്ഷ്വൽ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന അനുഭവങ്ങളും ഒക്കെ വീഡിയോകൾ ഒന്ന് ഷെയർ ചെയ്യുമായിരുന്നു. തുടക്കത്തിലൊക്കെ നമ്മൾ അടക്കമുള്ള ആളുകൾ അവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പോകെ തന്നെയായ അവസ്ഥ. എവിടെ പോയാലും ഞാൻ സെക്സ്വലി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ അവളുടെ ജെനുവിനിറ്റി ആളുകൾ ചോദ്യം ചെയ്യാനും തുടങ്ങി. റീച്ചിനും ഫെയിമിനും വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്ന് പലരും വിശ്വസിക്കാൻ തുടങ്ങി. അതേപോലെയാണ് ജെന്നയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. എന്നിരുന്നാലും ഉള്ളത് പറയാലോ, ഇങ്ങനെയുള്ള ഓരോ യൂട്യൂബേഴ്സ് കാരണം ഇപ്പൊ റിയൽ ഏതാ ഫേക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കണം. എന്തായാലും ജെന്നയുടെ വീഡിയോക്ക് താഴെ വന്ന ചില കമന്റ്സ് ഞാൻ വായിച്ചു തരാം. നല്ല അഭിപ്രായം, സ്ക്രിപ്റ്റഡ്, ഇത് അഭിനയമാണ്, വ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രം, ഇത് കേരളത്തിലെ ബസ്സിൽ നടന്ന അഭിനയമാണോ എന്നൊരു തോന്നൽ. കണ്ടല്ലോ, അധികം ആൾക്കാരും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ഒരു കമന്റ് കണ്ടില്ലേ, ബസ്സിൽ നടന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സിംജിത കേസാണ് ഉദ്ദേശിച്ചത്. ഫെയിമിന് വേണ്ടി ഒരു പാവ മനുഷ്യന് ജീവിതം നഷ്ടപ്പെട്ടു
കുറ്റപ്പെടുത്തിയ ആളാണ് ഷിംജിത. എന്നിരുന്നാലും ഈ ഷിംജിതയ്ക്ക് കാരണം ഇന്ന് സ്ത്രീകൾ അവർക്കുണ്ടായ എന്തെങ്കിലും മോശം അനുഭവം പബ്ലിക്കിന് മുന്നിൽ വന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് തെളിവുകളില്ലാതെ അതൊന്നും ആരും വിശ്വസിക്കാൻ പോണില്ലേ എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ജന്നയ്ക്കുണ്ടായ അനുഭവങ്ങൾ ഇനി മറ്റാർക്കും ഉണ്ടാവാതിരിക്കട്ടെ. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.